ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ 4ാമത്തെ പാഠമായിട്ടുള്ള പൂരം പൊടിപൂരം എന്നതിൻ്റെ പ്രവർത്തന പുസ്തകത്തിലെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 4.1. കണ്ടെത്താം, എഴുതാം. കരി പോലെ നിറമുണ്ടേ, കരിമേഘ പെരുവയറുണ്ടേ, കാൽ തൂണുകൾ 4 മൂക്കറ്റം കൈയുണ്ടേ. എന്താണ്? കരി പോലെ നിറമുണ്ടേ. കരിയുടെ നിറമാണ്. കരിയുടെ നിറം എന്താ മക്കളെ? കറുപ്പാണല്ലേ. അപ്പം കറുപ്പ് നിറത്തിലാണുള്ളത്. കരിമേഘ പെരുവയറുണ്ടേ. കാർമേഘം പോലെ വലിയ പെരുവയറാണ്, വലിയ വയറാണ്. കാൽ തൂണുകൾ 4 കാലുകൾ തൂണ് പോലെ 4 മൂക്കറ്റം കൈയുണ്ട്. തുമ്പിക്കൈ എങ്ങനെയാണ്? കൈ എങ്ങനെയാണ്? മൂക്ക് അറ്റം വരെയുള്ള കൈ പോലെയാണ് ഉള്ളത്. അതായത് ആരായിരിക്കാം? ആനയായിരിക്കാം അല്ലേ? ആനയാണ്. ആനയുടെ തുമ്പിക്കൈ അല്ലേ മൂക്കറ്റമുള്ളത്? ആനയ്ക്ക് കറുപ്പ് നിറമാണ്. ആനയുടെ വയറ് കറുത്തിരുണ്ട മേഘം പോലെ വലിയ വയറാണ്. 4 തൂണുകൾ പോലെയുള്ള കാലുണ്ട്. മൂക്കറ്റം, അതായത് താഴെ വരെയുള്ള മൂക്കുണ്ട് അല്ലേ? തുമ്പിക്കൈയും ഉണ്ട്. ആനയാണ് ഉത്തരം. പ്രവർത്തനം 4.2. ആനയെ വരയ്ക്കാം, നിറം നൽകാം. ആനയെ ഈ ചതുരത്തിൽ വരച്ചു കൊടുക്കുക. ഇവിടെ തന്നിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ വരച്ചു കൊടുക്കുക. നിങ്ങൾക്കിഷ്ടമുള്ള നിറം എന്ന് വെച്ചാൽ ആനയ്ക്ക് കറുപ്പ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ കറുത്ത നിറം കൊടുക്കുക. ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിറം കൊടുത്ത് മനോഹരമാക്കാം. ഞാനൊരു ഉദാഹരണത്തിന് ഇവിടെ ഒരു ചിത്രം കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് ഇതുപോലെ വേണമെങ്കിൽ കൊടുത്തു നോക്കാവുന്നതാണ്. പ്രവർത്തനം 4.3. എഴുതാം. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഏതൊക്കെയാണെന്ന് എഴുതാം. എൻ്റെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും. അതിനുദാഹരണങ്ങളാണ് ഓണം, വിഷു, ക്രിസ്മസ്, ഈദ്, തൃശ്ശൂർ പൂരം, മകരവിളക്ക്, തിരുവാതിര, നവരാത്രി തുടങ്ങിയവയൊക്കെ. ഇതിൽ തന്നെ മറ്റൊരു ചോദ്യവുമുണ്ട്. എൻ്റെ ഇഷ്ട ഉത്സവം. ഇഷ്ടമുള്ള ഒരു ഉത്സവത്തെയോ ആഘോഷത്തെയോ കുറിച്ച് ലഘുവിവരണം തയ്യാറാക്കുക. എൻ്റെ ഇഷ്ട ഉത്സവം ഓണമാണ്. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ഓണം ആഘോഷിക്കുന്നത്. മഹാബലിയെ വരവേൽക്കാൻ വേണ്ടിയാണ് ഓണം ആഘോഷിക്കുന്നത്. ഓണത്തിന് പൂക്കളമിടുകയും സദ്യയൊരുക്കുകയും ഓണക്കളികൾ കളിക്കുകയും ചെയ്യാറുണ്ട്. ഓണത്തിന് ബന്ധുക്കളും കൂട്ടുകാരും ഒത്തുചേർന്ന് സന്തോഷം പങ്കുവയ്ക്കുന്നു. ഓണക്കോടി ഉടുക്കുന്നതും ഓണസദ്യ കഴിക്കുന്നതും ഓണത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. മക്കൾക്ക് ഇത് എഴുതി കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉത്സവത്തെയോ ആഘോഷത്തെയോ കുറിച്ച് വേണമെങ്കിലും എഴുതാം. പ്രവർത്തനം 4.4. വാക്യം ഏത് എഴുതാം. ചിത്രങ്ങൾക്ക് യോജിച്ച വാക്യങ്ങൾ കണ്ടെത്തി എഴുതാം. നമുക്ക് 5 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ട് 5 വാക്യങ്ങളുണ്ട്. വാക്യങ്ങൾ ഏതൊക്കെയാണ്? നിരനിരയായി പലതരം കച്ചവടക്കാർ, വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമിർക്കുകയാണ്, ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ്, പളപളാ തിളങ്ങുന്ന നെറ്റിപ്പട്ടം, ചെവിയും വാലും താളത്തിൽ ആട്ടി നിൽക്കുന്ന കൊമ്പൻ. ഇനി നമുക്ക് ഓരോ ചിത്രത്തിനും യോജിച്ച വാക്യങ്ങൾ എഴുതി കൊടുക്കാം. ആദ്യത്തെ ചിത്രം നോക്കൂ. ഇതിന് യോജിച്ച വാക്യം ഏതാണ്? ചെവിയും വാലും താളത്തിൽ ആട്ടി നിൽക്കുന്ന കൊമ്പൻ. രണ്ടാമത്തെ ചിത്രത്തിനോ? വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമിർക്കുകയാണ്. ഈ ചിത്രത്തിനോ? മൂന്നാമത്തേതിൽ ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ്. നാലാമത്തെ ചിത്രത്തിന് യോജിച്ച വാക്യം ഏതാണ്? നിരനിരയായി പലതരം കച്ചവടക്കാർ. അവസാന ചിത്രത്തിന് യോജിച്ച വാക്യമോ? പളപളാ തിളങ്ങുന്ന നെറ്റിപ്പട്ടം. പ്രവർത്തനം 4.5. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും നിരവധി കലാരൂപങ്ങൾ അവതരിപ്പിക്കാറില്ലേ? അവ കണ്ടെത്തി എഴുതാം. അതിന് ചില ഉദാഹരണങ്ങളാണ് കഥകളി, മോഹിനിയാട്ടം, തെയ്യം, തിറ, ഓട്ടൻതുള്ളൽ, ചാക്യാർ കൂത്ത്, കൂടിയാട്ടം, ഒപ്പന, മാർഗം കളി, കളരിപ്പയറ്റ്, കാവടിയാട്ടം, പാഠകം, ഗരുഡൻ തൂക്കം, കുമ്മാട്ടിക്കളി, പുലികളി തുടങ്ങിയവയൊക്കെ. പ്രവർത്തനം 4.6. കഥയിലെ ചില പ്രയോഗങ്ങൾ നോക്കൂ. പാഠഭാഗം വായിച്ച് അവ ഉൾപ്പെടുന്ന വാക്യങ്ങൾ കണ്ടെത്തി എഴുതാം. ആദ്യത്തെ പ്രയോഗം നോക്കൂ മക്കളെ. പളപളാ തിളങ്ങുന്ന. ഈ പ്രയോഗം വരുന്ന വാക്യം ഏതാണ്? പളപളാ തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി നിറയെ തൊങ്ങൽ തൂക്കിയ മുത്തുക്കുടയും ചൂടി ചെവിയും വാലും താളത്തിൽ ആട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്നത് തന്നെ നല്ല ചേലാണ്. നിങ്ങൾക്ക് ആ പാഠഭാഗം വായിച്ചാൽ കണ്ടെത്താവുന്നതാണ് കേട്ടോ. രണ്ടാമത്തെ പ്രയോഗം ചുട്ടുപഴുത്ത.
ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് പാവത്തിൻ്റെ കാലിലെ തോല് പോയിട്ടുണ്ടാവും രാഖി. മൂന്നാമത്തെ പ്രയോഗം കൊട്ടിത്തിമിർക്കുകയാണ്. വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമിർക്കുകയാണ്. അവസാനത്തെ പ്രയോഗം കണ്ണുമിഴിച്ചു. കാഴ്ചകൾ കണ്ട് രാഖി കണ്ണുമിഴിച്ചു. പ്രവർത്തനം 4.7 ആശംസാ കാർഡ് നിർമ്മിക്കാം. പ്രിയപ്പെട്ട രഹനയ്ക്ക് ഉത്സവം പൊടിപൂരമാവട്ടെ, സ്നേഹത്തോടെ ഹരി, 2ാം തരം. അപ്പോൾ ഒരു ആശംസാ കാർഡ് ഹരി രഹനയ്ക്ക് തയ്യാറാക്കിയ ആശംസാ കാർഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. കണ്ടല്ലോ മക്കളെ, നല്ല മനോഹരമായിട്ട് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ഇനി നമ്മോട് പറഞ്ഞത് എന്താണ്? ഹരി തയ്യാറാക്കിയ ആശംസാ കാർഡ് കണ്ടില്ലേ? നമുക്കും ഒരു ആശംസാ കാർഡ് തയ്യാറാക്കാം. നിങ്ങളുടെ സുഹൃത്തിനോ അധ്യാപകർക്കോ ആർക്കെങ്കിലും കൊടുക്കാൻ പാകത്തിൽ നിങ്ങൾക്കൊരു ആശംസാ കാർഡ് തയ്യാറാക്കാവുന്നതാണ്. നല്ല മനോഹരമായ ചിത്രങ്ങളൊക്കെ വരയ്ക്കണം. ഞാനിവിടെ ഒരു ഓണത്തിൻ്റെ ഒരു ഓണം ആശംസാ കാർഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുപോലെ വേണമെങ്കിൽ മക്കൾക്ക് ചെയ്യാവുന്നതാണ്. പ്രവർത്തനം 4.8 ചോദ്യങ്ങൾ നിർമ്മിക്കാം. പൂരം പൊടിപൂരം എന്ന പാഠഭാഗം വായിച്ച് ചോദ്യങ്ങൾ നിർമ്മിക്കാം. മാതൃക ഒരു ഉദാഹരണമാണ് തന്നിട്ടുള്ളത്. ഉത്സവപ്പറമ്പിൽ അരങ്ങേറിയ കലാരൂപം ഏതാണ്? ഏതായിരുന്നു? ചാക്യാർകൂത്തായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് അത്തരത്തിൽ പാഠഭാഗത്തിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം? ഉത്സവം കേമമാവണമെങ്കിൽ എന്തു വേണമെന്നാണ് രാഖി പറഞ്ഞത്? ഉത്സവത്തിന് കുട്ടികൾ കണ്ട ആനയുടെ പ്രത്യേകത എന്തായിരുന്നു? ഹരിയും രാഖിയും ഉത്സവത്തിന് കണ്ട കാഴ്ചകൾ എന്തെല്ലാമായിരുന്നു? ബലൂൺ കച്ചവടക്കാരൻ്റെ കയ്യിൽ ഏതൊക്കെ തരത്തിലുള്ള ബലൂണുകൾ ഉണ്ടായിരുന്നു? രാത്രിയിൽ ഉത്സവം കാണാൻ ഹരിയോടും രാഖിയോടും കൂടെ ഉണ്ടായിരുന്നവർ ആരെല്ലാം? അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് കേട്ടോ മക്കളെ പൂരം പൊടിപൂരം എന്നുള്ള പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ചെറിയ പാഠമാണ്, കുറച്ച് വർക്ക്ഷീറ്റേ ഉള്ളൂ. പാഠഭാഗവും നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് നമ്മുടെ ചാനലിൽ കയറിയാൽ കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനായി വീണ്ടും കാണാം. താങ്ക്